അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കെ വിഭാഗം നടത്തിയ 100ാം വാർഷിക പരിപാടിയിലെ അമ്പലക്കട ഉസ്താദിന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഒരു ഒന്നൊന്നര പ്രസംഗമാണ്. ഈ കാലഘട്ടത്തിൽ അത്തരം പ്രസംഗം വളരെ അനിവാര്യവുമാണ്. പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാല്, മുൻകാലത്ത് സമസ്തയുടെ ആലിമീങ്ങളെടുത്ത നിലപാടുകളും തീരുമാനങ്ങളുമാണ്. ചില കള്ളത്തൊരീക്കത്തുകാർ രംഗപ്രവേശനം ചെയ്തു വന്നപ്പോ അത്തരം കള്ളത്തൊരീക്കത്തുകാർ പിഴച്ചതാണെന്ന് സമസ്ത ഫത്വ കൊടുക്കുകയും ആ ഫത്വ കൊടുത്ത കാരണത്താൽ അവർക്ക് നാമാവശേഷമായി എന്ന് മാത്രമല്ല ചരിത്രത്തിൽ എവിടെയും ഇല്ലാതെയായി പോയി. നൂരിഷ തൊരീക്കത്ത്, ഷംഷിയ തൊരീക്കത്ത്, കൊരൂര്, ചോറ്റൂര് എവിടെയാണെന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതെ അതൊക്കെ അതപ്പതിച്ചുപോയി. അത് അക്കാലഘട്ടത്തില് അഭിവക്ത സമസ്ത, ആ സമസ്ത എടുത്ത നിലപാട് കാരണം അത്തരം കള്ളക്കക്ഷികളൊന്നും ഇന്നിപ്പോ എവിടെയും ഇല്ലാതെയായി പോയി. അത് സമസ്തയുടെ ഒരു പവറാ. ഏത് കാലഘട്ടത്തിലും കള്ളന്മാര് വരുമ്പോ അത്തരം കള്ളന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരൊക്കെ കള്ളന്മാരാണ് എന്ന് പറയലാണ് സമസ്തയുടെ ബാധ്യത. അത് സമസ്ത നിർവഹിച്ചു. ആ നിർവഹിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് മുസ്ലിമീങ്ങളെ ഈമാന് സംരക്ഷിക്കാൻ സമസ്തക്ക് കഴിഞ്ഞു. അത് അക്കാലഘട്ടത്തിലെ അഭിവക്ത സമസ്ത എടുത്ത നിലപാടാ. ഈ നൂരിഷ തൊരീക്കത്തിനെതിരെയും ഷംഷിയ തൊരീക്കത്തിനെതിരെയും കൊരൂർ തൊരീക്കത്തിനെതിരെയും അതുപോലെ ചോറ്റൂർ തൊരീക്കത്തിനെതിരെയൊക്കെ വ്യക്തമായിക്കൊണ്ട് നിലപാടെടുത്തത് കൊണ്ട് തന്നെ അത്തരം കള്ളക്കക്ഷികൾക്ക് ഇവിടെ തോനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അമ്പലക്കട ഉസ്താദ് അത്തരത്തിലൊരു പ്രസംഗം പ്രസംഗിച്ചപ്പോ അത് സഹിക്കാൻ കഴിയാത്ത കുരുവട്ടൂരികൾ, സകല കള്ളന്മാരെയും വെളുപ്പിച്ചെടുക്കലാണ് കുരുവട്ടൂരികളുടെ സ്വഭാവം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അമ്പലക്കട ഉസ്താദ പ്രസംഗിച്ച പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരൂട്ടോ. എന്നിട്ട് കുരുവട്ടൂരികളെ അക്കാലഘട്ടത്തിൽ സമസ്ത എടുത്ത നിലപാടും കാര്യങ്ങളൊക്കെ പുനർപരിശോധിക്കണം, അത് സമസ്തയ്ക്ക് പിഴച്ചു എന്നുള്ള മട്ടത്തിൽ കുരുവട്ടൂരികൾ പ്രസംഗിക്കുന്നതും രണ്ടും ഞാൻ കേൾപ്പിച്ചു തരാം. അമ്പലക്കട ഉസ്താദിന്റെ പ്രസംഗവും കുരുവട്ടൂരികള് അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയുന്ന പ്രസംഗവും ഞാൻ കേൾപ്പിച്ചു തരാം. ഇരിക്കട്ടെ. അപ്പോ കുരുവട്ടൂരികളെ സംബന്ധിച്ചിടത്തോളം ഏത് കള്ളന്മാരെയും വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. കുരുവട്ടൂരികൾ ഇന്ന് താങ്ങിപ്പിടിച്ചു കൊണ്ടു നടക്കുന്ന കോമാടൻ എന്ന് പറയുന്ന ചങ്ങാതി കാട്ടുകള്ളനാണ് എന്നുള്ളതിൽ ഒരു തർക്കം സുന്നി ലോകത്തിനില്ല. അഖിലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഏകകണ്ഠേനെ തീരുമാനിച്ചൊരു സംഗതിയാണ് ഓൻ കള്ളനാണ് എന്നുള്ളത്. ഒരു തർക്കമല്ല. ആ പിക്കാരായാലും ഈക്കക്കാരായാലും. ആ കോമാണ്ടിന്റെ ഷെയ്ഖായി നടക്കുന്ന മീനങ്ങാടി സുലൈമാൻ ഉണ്ട്. ആരാണ് ഈ മീനങ്ങാടി സുലൈമാൻ? നിസ്കരിക്കാത്തതിന്റെ പേരില് മഹാനരായ കെ ഉസ്താദ് ആട്ടിവിട്ട ആളാ. വയനാട് ഒരിക്കൽ ഒരു പെരയിലേക്ക് പോയപ്പോ, രാജേര പെരയിലേക്ക് പോയപ്പോ, അങ്ങനെ കെ ഉസ്താദ് ആ പെരയിൽ നിന്നപ്പോ അവിടെ ഉള്ള ആചേര്, ആ വയനാട്ടിലത്തെ ആചേര് കെ ഉസ്താദിനോട് പറഞ്ഞത്രേ, ഇങ്ങനെ ഒരു ഔലിയപ്പാപ്പ ഇവിടെ ഉണ്ട്. അപ്പൊ കെ ഉസ്താദ് അല്ലേ, വിവരമുള്ള പണ്ഡിതനാണല്ലോ. കെ ഉസ്താദ് പറഞ്ഞു, എവിടെയാണ് ഔലിയ, എന്നാ ഓനങ്ങട്ട് വിളിച്ച്. അതിൽ ഈ ആചാര്യ ഓനോ ഔലിയപ്പാപ്പാനോ ഓനോ അപ്പോ അതെ ഓനങ്ങട്ട് വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറഞ്ഞാൽ ഇന്നും ജീവിച്ചിരിക്കേണ്ട ആളിട്ട്, ആളെ കണ്ടാൽ തന്നെ അറിയാം ആളെ ആരാണെന്നുള്ളത്. കുരുവട്ടൂരികളെ വലിയ മഷായിക്ക. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനരായ കെ ഉസ്താദ് അക്കാലഘട്ടത്തിൽ തന്നെ അയാളെ തച്ചാറ്റിയതാണ്. എന്തിന്റെ പേരില്? ഈ ആചാര്യോട് പറഞ്ഞു ഔലിയപ്പാപ്പാനെ അങ്ങോട്ട് വിളിച്ചു. ആചാര്യ ഔലിയപ്പാപ്പാനെ വിളിച്ചും ചെയ്തു. അങ്ങനെ മീനങ്ങാടി സുലൈമാൻ കെ ഉസ്താദിന്റെ നേരെ മുമ്പിലേക്ക് വന്നു. മീനങ്ങാടി സുലൈമാനോട് കെ ഉസ്താദ് മൂത്തുക്കണ് നോക്കി. കെ ഉസ്താദ് വിവരമുള്ള പണ്ഡിതനാ. കെ ഉസ്താദ് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എടാ ഇജിന്ന് അസർ നിസ്കരിച്ചോണോ? ഇവൻ പറഞ്ഞു, ഇല്ലാറും. പോളാർന്നു, പോയി നിസ്കരിച്ചിട്ട് വാന്ന് പറഞ്ഞു. ഇത് ഞാൻ വെറുതെ പറയല്ല, കുട്ടിയസൻ താരിമി പറയുന്നത് കേട്ടു നോക്കൂ. ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നു ശൈഖുനാ ശംസുൽ ഉലമയാണ്. വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുൽ ഉലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്. എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയായി. അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വരക്കാൻ തുടങ്ങി. ഔലിയന് അവന്ന് വിളിക്കുക. ആരാ വിളിക്കുന്നത്? ശംസുൽ. മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവന് ശംസുലിനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുനാ ശംസുൽ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ?
ഇവനാകെ വിറച്ച് ശംസുലുലമയുടെ സിംഹഗർജനമാണ്. താടി വിറപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കൂ അവനെ. മലയിൽ നിന്ന് ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ മുസ്ലിം മംഗലല്ല, ചാത്തമംഗലമാണ്. അവിടെയുള്ള ഒരു സ്ഥലത്ത് കൂടാരം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ ആരും അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഞാൻ 2 ചരിത്രം പറഞ്ഞത്, ആര് ഔലിയാണെന്ന് വലിയാണെന്ന് പഠിപ്പിച്ചതെന്ന് ശംസുലുലമയാണ്, ആര് വലിയല്ല എന്നും പഠിപ്പിച്ചതെന്നാണ് മഹാനായ ശൈഖ്. ഇല്ലേ? അപ്പൊ ഇ.കെ. ഉസ്താദ് ആട്ടിവിട്ട ഈ കള്ളനെയാണ് ഇന്ന് കുരുവട്ടൂരികള് വലിയ മച്ചായിക്കായികാണ്ട് കുരുവട്ടൂരികളെ അവതരിപ്പിക്കുന്നത്. ഇതാണത്ര കുരുവട്ടൂരികളുടെ ഉന്നത ഹദ്റത്ത്, ഈ നിസ്കരിക്കാത്ത ഈ ചങ്ങായി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കുരുവട്ടൂരികൾ ഇതിന്റെ മുമ്പ് വേറൊരു ഔലിയപ്പാപ്പാനെ പ്രദർശിപ്പിച്ചു. അതാരാ? അത് കീഴ്ശേരി ആ ഭാഗത്തുള്ള വീരാണ്ടി. ഈ വീരാണ്ടി എന്ന് പറയുന്ന ആളാരാ? നിസ്കരിക്കലേ ഇല്ല, ജുമുഅക്കും പോകലില്ല. നിസ്കരിക്കാത്ത ആള് പിന്നെ ജുമുഅക്ക് പോകാത്ത കഥ പറയേണ്ട ആവശ്യമില്ല. നിസ്കരിക്കലേ ഇല്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഒക്കെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ ഈ പറയുന്നത്. നിസ്കരിക്കലില്ല എന്ന് മാത്രമല്ല, ഇയാളെ പണി എന്താണോ? വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ മുകളിൽ ഇയാൾ ചവിട്ടി കയറി നിൽക്കുക. ഷാജഹാൻ ഈ പറയുന്നത് കളവല്ല, നേർക്കുനേരെ അദ്ദേഹം ഖുർആനിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്നത് കണ്ട ഒരു പണ്ഡിതൻ അല്ല, ഒന്നിലധികം പണ്ഡിതന്മാർ. AP വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെ കാര്യമല്ല ഞാൻ പറയുന്നത്, EK വിഭാഗത്തിൽ തന്നെ ഉള്ള പണ്ഡിതന്മാര് അതിന് സാക്ഷിയാണ്. അവരത് പറഞ്ഞിട്ടുമുണ്ട്. ഉമർ ദർസി തച്ചണ്ണ ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ് ഈ വീരാണ്ടിനെ ഒന്ന് കാണാൻ പോയി. ഇങ്ങനെ ഔലിയപ്പാപ്പണ്ട് പറയുമ്പോ എല്ലാവരും സ്വാഭാവികമാണല്ലോ, പോകുമല്ലോ. അപ്പൊ ഉമർ ദർസി തച്ചണ്ണ ഉസ്താദ് ഇയാളൊന്ന് കാണാൻ വേണ്ടി പോയപ്പോ നേർക്കുനേരെ ഇയാൾ ചെയ്യണ പണി എന്താന്നുള്ളത് ഉമർ ദർസി തച്ചണ്ണ ഉസ്താദ് കണ്ണുകൊണ്ട് കാണുകയാണ്. ഈ ഉമർ ദർസി തച്ചണ്ണ ഉസ്താദ് AP-കാരനല്ല, അദ്ദേഹം EK വിഭാഗത്തിന്റെ ആളാണ്. അദ്ദേഹം ഈ വീരാണ്ടി ചെയ്യുന്ന പ്രവൃത്തി കണ്ടപ്പോ അദ്ദേഹം പേടിച്ചുപോയി. എന്താ ചെയ്യണമെന്നോ? ഖുർആനിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുക. ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാ ഉമർ ദർസി തച്ചണ്ണ ഉസ്താദ്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹം നിഷേധിക്കൂല. അദ്ദേഹം വളരെ പച്ചയായിട്ട് അത് പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഈ വീരാണിനെ പിടിച്ചിട്ടാണ് കുരുവട്ടൂരികളെ മച്ചായിക്ക്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം, ഇത്തരം കള്ളക്കച്ചികളെ എന്ത് വില കൊടുത്തും വെളുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കുരുവട്ടൂരികളുടെ സ്വഭാവം. അവിടുത്തെ പരിപാടിക്കും അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ നൗഷാദും സമദൊക്കെ പോയി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ നിസ്കരിക്കാത്ത ഖുർആനിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന ഈ വീരാണ്ടിന്റെ പരിപാടിക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ, എവിടെ എത്തി ഈ കുരുവട്ടൂരി കള്ളന്മാര്? ഇത്തരം കള്ളക്കച്ചികളെ വെളുപ്പിച്ചെടുക്കുക എന്ന് മാത്രമാണ് കുരുവട്ടൂരികളുടെ സ്വഭാവം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുൻകാലഘട്ടത്തിൽ സമസ്തയുടെ ആലിമീങ്ങൾ എടുത്ത നിലപാട്, അത് അമ്പലക്കടവ് ഉസ്താദ് അത്തരം കള്ളക്കച്ചികൾക്ക് എതിരെടുത്ത നിലപാടും കാര്യങ്ങളൊക്കെ അമ്പലക്കടവ് ഉസ്താദ് തന്നെ വളരെ വിശുദ്ധമായി പറയുമ്പോ അതിനെ ഗണ്ണിക്കുകയാണ് കുരുവട്ടൂരികളെ. അതും ഞാൻ കേൾപ്പിച്ചുതരാം. അമ്പലക്കടവ് ഉസ്താദ് പറയട്ടെ. എന്തൊക്കെ ത്വരീക്കത്ത് വന്നു? തെറ്റായ സിദ്ധന്മാർ. ചോറ്റൂർ ത്വരീക്കത്ത് വന്നു, കൊരൂർ ത്വരീക്കത്ത് വന്നു, നൂരിഷ ത്വരീക്കത്ത് വന്നു, ഷംസിയ ത്വരീക്കത്ത് വന്നു, ആലുവ ത്വരീക്കത്ത് വന്നു, വേങ്ങാട് ഷെയ്ഖ് വന്നു. ഒരുപാട് വ്യാജസിദ്ധന്മാരും തെറ്റായ ത്വരീക്കത്തുകൾ വന്നു. തെറ്റായ ത്വരീക്കത്തുകൾ വരുമ്പോ, തെറ്റായ സിദ്ധന്മാർ വരുമ്പോ ആളുകൾ ആകർഷിക്കപ്പെടും. 10 വിരലുകളും മോതിരങ്ങൾ, പച്ച ഒല്ലി, നീണ്ട താടി, വലിയ തസ്ബീഹിന്റെ മാല, ഈ ജപവുമായി നടക്കുന്ന ഇത്തരം ആളുകൾ സത്യമാണോ അസത്യമാണോ തിരിച്ചറിയണമെങ്കിൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ആലിമ്യങ്ങൾക്ക് സാധിക്കൂ. ആലിമ്യങ്ങൾ അക്കാര്യം കൃത്യമായി ഭംഗിയായി നിർവഹിച്ചതിനെ തുടർന്ന് ഒരു ചോറ്റൂർ ത്വരീക്കത്തുകാർ ആരെയും നമുക്കറിയില്ല, കൊരൂർ ത്വരീക്കത്തുകാർ എവിടെ നമുക്കറിയില്ല, ഷംസിയ ത്വരീക്കത്ത് എവിടെ നമുക്കറിയില്ല, നൂർഷ ത്വരീക്കത്തിന് ചെറിയ ശകലങ്ങൾ ബാക്കി നിൽക്കുന്നു, ആലുവ ത്വരീക്കത്ത് ചിഹ്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? എന്നിട്ട് ചോദിക്കോ സമസ്ത എന്താണ് ഇവിടെ ചെയ്തത് എന്ന്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അതിന്റെ യഥാർത്ഥ മാർഗമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, അതിൽ മുസ്ലിം ജനസമൂഹത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കഠിന യത്നം നടത്തി സമസ്ത ചെയ്തു. അത് സമസ്ത ചെയ്തത് അത് തന്നെയാണ്. സമസ്തയുടെ ലക്ഷ്യവും അതാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. സമസ്ത ലക്ഷ്യത്തിൽ വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കള്ളക്കച്ചികൾക്കെതിരെ സമസ്ത നിലപാടെടുത്തപ്പോ
ഇതൊക്കെ പുനർപരിശോധിക്കണം എന്നാണ് കുരുവട്ടൂരി മൗലവി പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. വലിയ പർവ്വത സമാനരായ ആലിമീങ്ങൾ എടുത്ത തീരുമാനങ്ങളും നിലപാടുകളും ഈ കള്ളന്മാർക്കെതിരെ, അവരൊക്കെ കള്ളന്മാരായതുകൊണ്ടാണ് ഇന്ന് അവരൊന്നും അറിയപ്പെടാത്തത്. ഏത് ഈ നൂരിഷ പിന്നെ കൊരൂരും ചോറ്റൂരൊക്കെ എവിടെ? യഥാർത്ഥത്തിലാണെങ്കിൽ ഹക്കിന്റെ മാർഗത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും നിലനിൽക്കേണ്ടതല്ലേ? അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ അത്തരം കള്ളക്കക്ഷികൾക്കെതിരെ നിലപാടെടുത്തപ്പോ അതൊക്കെ അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെടുത്ത നിലപാടിനെ ചോദ്യം ചെയ്യാണ് ഈ കുരുവട്ടൂരി മൗലവി. ഒന്ന് ആലോചിച്ച് നോക്കണം. വരട്ടെ സമദേവാ. ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. ഒന്നിലേക്കും കടന്നു പോകും വേണ്ട. കടന്നു പോയിന്റെ അവസ്ഥ ഇപ്പത് സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കൊരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. അത് ആണോ അല്ലേ എന്നുള്ള തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല. ഈ 40 അംഗ മുഷാവറ അക്കാലഘട്ടത്തില് എടുത്ത തീരുമാനം ശരിയല്ല. ആര് കണ്യത്ത് ഉസ്താദും EK ഉസ്താദും അതുക്കും മേലെയുള്ള പണ്ഡിതന്മാരെ അക്കാലഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങളൊന്നും ശരിയല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന് വല്ല ശരിയുണ്ടോ? ഇവൻ കള്ളനാ സുഹൃത്തുക്കളെ. അപ്പോ ഈ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞ സകല കള്ളന്മാരെയും വെളുപ്പിച്ചെടുക്കുന്നവരാണ്. അതുകൊണ്ട് അതിലാരും പെട്ടുപോകണ്ട. ഇവപ്പോ ആ EK വിഭാഗം നടത്തിയ ആ 100ാം വാർഷിക പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിക്ക് മണ്ടിച്ചെന്ന ആളാ ഈ സമദ്. എന്തിനാണോ അവിടെ പോയിനത്?